ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷകളിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു പേപ്പറാണ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ ടോപ്പിക്കുകളും ചെറിയ ചെറിയ വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട 6 വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്ന് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്കുകളാണ്. അപ്പൊ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. റീജിയണൽ റൂറൽ ബാങ്ക് എങ്ങനെയാണ് റീജിയണൽ റൂറൽ ബാങ്കുകളുടെ സെറ്റപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ചേർന്ന് ലീഡ് ബാങ്ക് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നാഷണലൈസ് ചെയ്യുകയുണ്ടായി. ഈ പൊതുമേഖല അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ സെൻട്രൽ ഗവൺമെന്റ് കീഴിലാവുകയും ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ബാങ്കുകൾ, ഈ പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കുകൾ സിറ്റികളിലും ടൗണിലും മാത്രം കേന്ദ്രീകരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ റൂറൽ അല്ലെങ്കിൽ അർബൻ ഏരിയയിലെ ജനങ്ങൾക്ക് തീർച്ചയായും ബാങ്കിംഗ് ഫെസിലിറ്റീസ് പൂർണ്ണമായും കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 20 പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റൂറൽ ഏരിയകളിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ തുടങ്ങാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. സോ ഇറ്റ് ഇംപ്ലിമെന്റ് 20-point economic programs announced by Mrs. Indira Gandhi. The government of India decided to set up RRBs in all over the country. അങ്ങനെയാണ് RRB ഇവിടെ ഫോം ചെയ്യാനുണ്ടായ സാഹചര്യം. ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ആകമാനം റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനങ്ങളെടുത്തു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നരസിംഹം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലാകമാനം റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കുകയും ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് UP-യിലെ മൊറാദാബാദിലാണ്. ഒക്ടോബർ 2, 1975 ഈ ബാങ്ക് ആരംഭിച്ചത്. ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് in the year 1975 October 2 in Moradabad in UP. 1975 ഈ ബാങ്ക് സ്ഥാപിച്ചത്. പക്ഷേ 1976 സെൻട്രൽ ഗവൺമെന്റ് റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പാസ്സാക്കിയത്. സോ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് RRB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ October 2, 1975 in Moradabad in UP. But RRB Act was passed in the year 1976. 1976 RRB ആക്ട് പാസ്സാക്കിയത്. സോ RRB എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ തുടങ്ങണമെങ്കിൽ തീർച്ചയായും ഒരു കൊമേഴ്സ്യൽ ബാങ്ക് അതിനെ സ്പോൺസർ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരു കൊമേഴ്സ്യൽ ബാങ്ക് സ്പോൺസർ ചെയ്തെങ്കിൽ മാത്രമേ RRB എന്ന് പറയുന്ന ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ ഒരു സ്റ്റേറ്റിൽ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. So the total capital of RRB is contributed by the central government, the state government and the sponsored bank in the ratio of 50:15:35. റീജിയണൽ റൂറൽ ബാങ്കിന്റെ മൊത്തം ക്യാപിറ്റൽ സെൻട്രൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ തന്നെ സ്പോൺസേഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഇവർ 3 പേരും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. മൊത്തമുള്ള ഷെയർ ക്യാപിറ്റലിന്റെ 50% സെൻട്രൽ ഗവൺമെന്റ്, അതിന്റെ 15% സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന്റെ 35% എന്ന് പറയുന്നത് സ്പോൺസേഡ് കൊമേഴ്സ്യൽ ബാങ്കാണ്. അങ്ങനെയാണ് ഇതിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. So the central government contribute their capital through that NABARD. RRBക്ക് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ആ നബാർഡിലൂടെയാണ്. സോ RRB is under the control of NABARD. അതുകൊണ്ട് തന്നെ RRB എന്ന് പറയുന്നത് നബാർഡിന്റെ കൺട്രോളിലാണ്. That means to oversee their operations, to provide refinance facilities, to monitor their performance and attend their problems. RRBയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഗവേൺ ചെയ്യുന്നത് നബാർഡാണ്. അപ്പൊ നബാർഡിലൂടെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പൊ നബാർഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നബാർഡ്
ടു ഓവർസീ ദെയർ ഓപ്പറേഷൻസ്, അതിന്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ഓവർസീ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടു പ്രൊവൈഡ് റീഫൈനാൻസ് ഫെസിലിറ്റീസ്, അതിനാവശ്യമുള്ള റീഫൈനാൻസ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ടു മോണിറ്റർ ദെയർ പെർഫോമൻസ്, അതിന്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ടു അറ്റൻഡ് ദെയർ പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ അതിനെല്ലാം അറ്റൻഡ് ചെയ്യുന്നതും നബാർഡാണ്. സോ RRB ഈസ് എ പ്രൈമറി ലെവൽ ബാങ്ക്. RRB ഒരു പ്രൈമറി ലെവൽ ബാങ്ക് ആണെന്ന് നമുക്കറിയാം. ഇൻ കേരള the RRB is named as a Kerala Gramin Bank sponsored by Canara Bank. കേരളത്തില് ഒരു കൊമേഴ്സ്യൽ ബാങ്ക് സ്പോൺസർ ചെയ്യാൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ ഗ്രാമീൺ ബാങ്കുകൾ, കേരള ഗ്രാമീൺ ബാങ്കുകൾ സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്കാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നേരത്തെ എന്ന് പറയുന്നത്, നേരത്തെ 2 ബാങ്കുകൾ ഉണ്ടായിരുന്നു ഇവിടെ, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. ജൂലൈ 8 2013 നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടെ മേർജ് ചെയ്തുകൊണ്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തത്. നേരത്തെ ഇതങ്ങനെ അല്ലായിരുന്നു. നേരത്തെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അതുപോലെ തന്നെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 ബാങ്കും കൂടെ മേർജ് ചെയ്തു 2013 ജൂലൈ 8. അങ്ങനെ 2 കൂടെ മേർജ് ചെയ്തിട്ട് ഇന്നതിന്റെ പേര് എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് എന്നാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലപ്പുറമാണ്. അങ്ങനെയുള്ള റീജിയണൽ റൂറൽ ബാങ്ക്സ് ഡിസൈൻ ടു പ്രൊവൈഡ് ദർ ബാങ്കിങ് സർവീസസ് ടു റൂറൽ ഏരിയാസ് ആൻഡ് ഓൾ ആർ പാർട്ട്ലി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ദേ ആർ നോട്ട് ക്ലാസിഫൈഡ് ആസ് നാഷണലൈസ്ഡ് ബാങ്ക്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ ബാങ്കിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് റൂറൽ ഏരിയയിലെ പീപ്പിളിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിനെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പക്ഷേ ഇതിന് ഒരു കാരണവശാലും നാഷണലൈസ് ബാങ്കായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് നാഷണലൈസ് ബാങ്കേ അല്ല, റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള റീജിയണൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങള് മോഡേൺ ബാങ്കിങ് സംവിധാനം അനുസരിച്ച് വളരെ ഡെവലപ്ഡ് ആയിട്ടാണ് ആ ബാങ്കിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇന്ന് ഏകദേശം 634 പരം ബ്രാഞ്ചുകളുള്ള കേരള ഗ്രാമീൺ ബാങ്ക് ഇന്ന് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും ഇതുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അപ്പൊ ഇതാണ് കേരള ഗ്രാമീൺ ബാങ്കുമായി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഇവിടെ സ്ഥാപിച്ചത്. റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യമായി ഫോം ചെയ്തത് 1975 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പാസാക്കിയത് 1976 ഈ റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ നരസിംഹം കമ്മിറ്റിയാണ്. റീജിയണൽ റൂറൽ ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു പ്രൈമറി ലെവൽ ബാങ്കാണ്. ഇത് ശരിക്കും ഒരു സംസ്ഥാനത്തിൽ വരുന്ന സമയത്ത് ഒരു കൊമേഴ്സ്യൽ ബാങ്കിന് സ്പോൺസർ ചെയ്യണം. ഇതിന്റെ ഇന്ത്യൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ സ്പോൺസർ ചെയ്ത കൊമേഴ്സ്യൽ ബാങ്കാണ്. മൊത്തമുള്ള ക്യാപിറ്റലിന്റെ 50% സെൻട്രൽ ഗവൺമെന്റും 15% സ്റ്റേറ്റ് ഗവൺമെന്റും 35% സ്പോൺസേഡ് കൊമേഴ്സ്യൽ ബാങ്ക് കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്ന നബാർഡ് മുഖാന്തരമാണ്. അപ്പൊ നബാർഡാണ് ഇതിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. നബാർഡാണ് ഇതിന്റെ ഓപ്പറേഷൻസിനെ ഓവർസീ ചെയ്യുന്നത്. അതുപോലെ റീഫൈനാൻസിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, ഇതിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്, ഒപ്പം തന്നെ ഇതിന്റെ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുന്നതും നബാർഡ് തന്നെയാണ്. കേരളത്തില് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കുകൾ മേർജ് ചെയ്ത ജൂലൈ 8, 2013 കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തു. ഇന്ന് കേരളത്തില് 634 പരം ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. റൂറൽ ഏരിയയിലെ പീപ്പിളിന് സർവീസസ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഫംഗ്ഷൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഭാഗികമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഇത് പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലാത്തത് കൊണ്ട് ഇതൊരു നാഷണലൈസ്ഡ് ബാങ്കേ അല്ല. അപ്പൊ അങ്ങനെയുള്ള റീജിയണൽ റൂറൽ ബാങ്കില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് ഈ കേരള ഗ്രാമീൺ ബാങ്കാണ്. ഇതാണ് കേരള ഗ്രാമീൺ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചാലും എന്റെ ഈ ചെറിയ വീഡിയോയിൽ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്റെ വീണ്ടും എനിക്ക് ഇതിനകത്തേക്ക് ആ വീഡിയോ ഇടാനുള്ള എന്റെ പ്രചോദനം. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.